ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഡൈവേർട്ടർ, അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് ഡൈവേർട്ടർ കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഔട്ടറിൽ വരുന്ന പാർട്സ് ഉണ്ട്, അത് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ടർ പാർട്സ് ആണ് വരുന്നത്. അതായത് ഡൈവേർട്ടറിൽ കുഴച്ചതിന് ശേഷം നമ്മൾ ഭിത്തിയുടെ ഉള്ളിൽ കൺസോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് പാർട്സ് ആണ് സെപ്പറേറ്റ് വരുന്നത്. അതിന് ഈ റേറ്റ് ആണ് ഓൾറെഡി ഉള്ളത്. ഔട്ടർ പാർട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ പാർട്സുകളാണ്. അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ ബുഷ്, അതിൻ്റെ ലിവർ, പിന്നെ അത് ഫിറ്റ് ചെയ്യാനുള്ള ലങ്കി കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ആദ്യമേ തന്നെ അതിൻ്റെ പ്ലേറ്റ് നോക്കേണ്ടത്. പ്ലേറ്റ് നോക്കുക. ഈ പ്ലേറ്റ് സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട്, റൗണ്ട് വരുന്നുണ്ട്, ഓവൽ ഷേപ്പ്, പല ലെവലിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും അത് സെലക്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഷവറിന് പറ്റുന്ന ലിവർ വരുന്നത്. ഷവറിൻ്റെ ഏറ്റവും ടോപ്പ് ഉണ്ട്, അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ലിവർ. ഇവിടെ ഇത്രയാണ് സിമ്പിളായിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ആദ്യമേ തന്നെ നമുക്കിത് നോക്കുക. രണ്ടും അലൈൻക്ക് വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ പ്ലേറ്റ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഡൈവേർട്ടർ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അതായത് പരിക്കന കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അതിൻ്റെ അകത്ത് തന്നെ സൈഡിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്ത് വെച്ചത്. ആദ്യമേ തന്നെ അത് ഊരി എടുക്കുക. ഊരി മാറ്റിയതിന് ശേഷം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്യുക. അപ്പം നമ്മൾ ഡൈവേർട്ടറിൻ്റെ ഏകദേശം നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നുണ്ട്. അതിൻ്റെ ലെവൽ കാര്യങ്ങൾ നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല. ഇനി നമ്മൾ ആ പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ബുഷ് കണ്ടോ, ആ ബുഷ്, റബ്ബറിൻ്റെ ബുഷ് നമ്മൾ ശ്രദ്ധിച്ച് വേണം വയ്ക്കാനായിട്ട്. ആ ബുഷിലാണ് ഈ പറയുന്ന മുകളിലും താഴെയും ടൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. വേറെ ജസ്റ്റ് രണ്ട് സൈഡുകളിൽ നിർത്തിയതിന് ശേഷം ടൈറ്റ് ചെയ്ത് പതുക്കെ തള്ളി ആ ബാക്കിലേക്ക് ടൈറ്റ് ചെയ്ത് കിടത്തി കഴിഞ്ഞാൽ ടൈലിൽ ഒന്ന് ഒട്ടി നിൽക്കും. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത്രയേ ഉള്ളൂ. ആ റബ്ബറിൻ്റെ ബുഷിലാണ് അത് ടൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ മുകളിലത്തെ ലിവറിലും താഴത്തെ ലിവറിലും വരുന്ന റബ്ബർ ബുഷിലാണ് ടൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ നേരെ ടൈറ്റായി ഫുൾ ടൈറ്റായിട്ട് നിൽക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടോ, മുകളിൽ കാണുന്ന ഈ ബട്ടറാണ് നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത്. അത് ഇടുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് താഴത്തെ ലിവർ വേണമെങ്കിൽ ഇടാം. ഇനി ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലൈൻകി ഉണ്ടോ, അതിൻ്റെ അലൈൻകി സിസ്റ്റമാണ്. ആ അലൈൻകി സിസ്റ്റത്തിൻ്റെ ആ ത്രെഡ് നമ്മളൊന്ന് അഴിക്കുക. ശേഷം കറക്റ്റായിട്ട് വെട്ട് കണ്ടോ, ആ വെട്ടിലേക്ക് ഈ പറയുന്ന സ്ക്രൂവിൻ്റെ എൻഡ് വരാവുന്ന രീതിയിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ അലൈൻകി ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന അലൈൻ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ശരിക്കും ടൈറ്റ് ചെയ്യുക. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷനും ഓക്കെ. ഇത് വരുന്നത് ഷവറിലാണ് വരുന്നത്. ഷവറിൻ്റെ ലിവറാണ് ആ കാണുന്നത്. അത് ടൈറ്റ് ചെയ്യുക. ശരിക്കും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് വെക്കുക. ഇനി അതിന് ശേഷം നമ്മളത് ടൈറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്, പൊട്ടിപ്പോവും. അതിൻ്റെ ത്രെഡ് കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് ടൈറ്റ് ചെയ്യുകയും ചെയ്യരുത്. കണ്ടോ, വളരെ സിമ്പിളായി. അതിങ്ങനെ ഷെയ്ക്ക്, അതായത് പല സ്ഥലത്തേക്ക് നമുക്കിങ്ങനെ ഷെയ്ക്കാം, പക്ഷെ അത് ഊരിപ്പോരില്ല. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. ഇനി അടുത്തത് നമുക്ക് ലിവറാണ് സെറ്റ് ചെയ്യേണ്ടത്. ലിവർ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ തന്നെ നോക്കുക, അതിൻ്റെ ഗ്രൂ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഇതിൻ്റെ നോക്കി കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിൽ കാണുന്ന ഗ്രൂവിലേക്ക് കറക്റ്റ് ഇറങ്ങി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ മുകളിൽ കാണുന്ന അലൈൻകി കാര്യങ്ങളൊന്ന് ലൂസാക്കി കൊടുത്ത് അതിന് ശേഷം നേരെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അലൈൻകി ഉള്ളതുകൊണ്ടാണ് സർസം വരുന്നത്. മുകളിൽ നിന്നാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ കാണുന്നുണ്ടോ, ആ ഒരു റബ്ബറിൻ്റെ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പോലെ കൊടുത്തിരിക്കുന്നത്, അത് നമ്മൾ ആദ്യമേ തന്നെ മാറ്റുക. അഴിച്ച് മാറ്റിയതിന് ശേഷം അതിലൂടെ ആയിരിക്കണം നമ്മൾ അലൈൻകി കാര്യങ്ങൾ. പതുക്കെ ഇങ്ങനെ അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ച് മാറ്റാൻ പറ്റും. അതിനുശേഷം പതുക്കെ ലൈൻകി ഉപയോഗിച്ചിട്ട് നേരെ അതിലേക്ക് ടൈറ്റ് ചെയ്യുക. ആ ടൈറ്റ് ചെയ്യുക, ലൂസാക്കി. ഇപ്പോൾ ഓൾറെഡി ടൈറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പതുക്കെ നമ്മളൊന്ന് ലൂസാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ ആ ലിവർ അതിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. അതിനുശേഷം നമ്മൾ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ക്യാപ്പ് എന്നിട്ട് അടച്ച് ക്ലിയർ ചെയ്യാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യത്തേ ഉള്ളൂ, നമ്മൾ ഈ ലിവർ വയ്ക്കുമ്പോൾ മിക്സഡ് ലെവലിലാണ് നമ്മൾ ഈ ഡൈവേർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം നമ്മൾ വെക്കുക. അപ്പോൾ അതിൻ്റെ പൊസിഷനിൽ ആദ്യമേ ഒരു ഗ്രൂ ഉണ്ട്, അത് നമ്മൾ കയറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെൻറ്ററിൽ വരുന്ന ഈ ലെവലിൽ നിൽക്കുന്ന സമയത്ത് ന്യൂട്രൽ ലെവലായിരിക്കും, അതൊന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. റൈറ്റ് സൈഡ് പച്ചവെള്ളം, ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളം. കണ്ട, ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളം വരും, റൈറ്റ് സൈഡ് പച്ചവെള്ളം വരും. അപ്പോൾ ഏതെങ്കിലും സെൻറ്ററിൽ ഇട്ടതിന് ശേഷം ആ ലെവൽ ആദ്യം തന്നെ ക്ലിയർ ചെയ്യുക. അതായത് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ പച്ചവെള്ളം വരും, ലെഫ്റ്റ് സൈഡിലേക്ക് തീക്കുമ്പോൾ ചൂടുവെള്ളം വരും. ആ ലെവലിൽ നമ്മൾ ലിവർ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ തന്നെ നേരെ ആ സെൻറ്ററിലൂടെ അലൈൻകി ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ടൈറ്റ് ചെയ്യുക. ഒരിക്കലും ഊരിപ്പോകാത്ത രീതിയിൽ വേണം ടൈറ്റ് ചെയ്യാനായിട്ട്. കാരണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അവിടെയാണ് വരുന്നത്. നമ്മൾ മിക്സഡ് ടാപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നല്ല അമർത്തി പിടിച്ച്, അതായത് ഈ ലിവർ ഭിത്തിയിലേക്ക് അമർത്തി പിടിച്ച് നന്നായിട്ട് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ പറഞ്ഞ ക്യാപ്പ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഡൈവേർട്ടറിൻ്റെ കണ്ടോ, ഇപ്പോൾ പൊസിഷൻ കറക്റ്റ് വരുന്നുണ്ടോ, ഈ ലെവലിൽ പച്ചവെള്ളം വരും, സെൻറ്ററിൽ ന്യൂട്രലൈസ് വരും, സെൻറ്ററിൽ ഇട്ട് പൊക്കിയതിന് ശേഷം മിക്സ് ചെയ്ത് വരും. ഏറ്റവും മുകളിൽ ബട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഷവറിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ
ഓക്കെ ഓക്കെ.